എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസനും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ 2 ആഴ്ച മുമ്പാണ് തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം ധ്യാനിച്ചത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അതിനെ തുടർന്ന് സുവിശേഷം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ലഘുവായ വിവരണം നടത്തുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഞാൻ എന്നോട് ചോദിച്ചതനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ എനഫ് കോപ്പീസ് ഇല്ല. വരും ദിവസങ്ങളിൽ അത് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് തരുവാൻ ആഗ്രഹമുണ്ട്. ഇവിടെ പൗലോസ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പറഞ്ഞത്, അത് നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരു ലേഖനം പഠിച്ചു തീർത്തു എന്നുള്ള ആ അഭിമാനത്തെക്കാൾ ഉപരി ദൈവവചനം എന്താണ് നമ്മോട് പറയുന്നത് അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നാം സമയമെടുത്ത് അതിലൂടെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ സുവിശേഷം അതെന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ധ്യാനിച്ചു. അതിനെ തുടർന്ന് കർത്താവിൻ്റെ ഈ സുവിശേഷം അതെന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ക്യാരക്ടർ എന്താണ്, അത് സത്യമാണ്, അത് കൃപയോടു കൂടിയുള്ളതാണ്, അത് മഹത്വകരമാണ് എന്നുള്ളതൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ ആവശ്യകത അത് നമ്മൾ ധ്യാനിച്ചു. റോമാലേഖനം 5:12 ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നിങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകലരിലും പരന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും പാപപ്രകൃതത്തോടെയാണ് ജനിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ അവരെല്ലാവരും കുറ്റക്കാരാണ്. പാപം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും തകർക്കുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്ന അവസ്ഥയാണ് പാപം. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പാപം. എന്നാൽ ആ പാപത്തിൻ്റെ ഏറ്റവും വലിയ പരിഹാരം ദൈവം തന്നെ ഒരുക്കിയതാണ് സുവിശേഷത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. അപ്രകാരം സുവിശേഷത്തിൻ്റെ ഫലം നിത്യജീവനാണ്. സുവിശേഷത്തിൻ്റെ ഫലം നിത്യജീവനാണ്. അത് ഈ കാലത്ത് നാം അനുഭവിക്കുന്നു. വരും കാലത്ത് നാം പൂർണ്ണതോതിൽ അത് അനുഭവിക്കും. ഈ കാലത്തിൽ സുവിശേഷം നമ്മെ ഒരു വിശുദ്ധ ജീവിതത്തിനായും പ്രേരിപ്പിക്കുന്നു. എന്താണ് സുവിശേഷം? അതിനെക്കുറിച്ച് പല നിലകളിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് വചനത്തിൻ്റെ ആ വേലിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പറയാം, സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയാണ്. മത്തായി 1:21 നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് അവന് യേശുവെന്ന് പേരിടണം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശുവെന്ന് പേരിടണം. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയാണ്. ആ നിത്യമായ പദ്ധതി ദൈവം പ്രാവർത്തികമാക്കിയത് തൻ്റെ പുത്രൻ്റെ ജീവിതത്തിലൂടെ, ശുശ്രൂഷയിലൂടെ, മരണത്തിലൂടെ, ഉയർപ്പിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ, ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിലൂടെ. അവിടെയും നമുക്ക് മറ്റൊരു കാര്യം സുവിശേഷത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് സുവിശേഷത്തിൻ്റെ ആവശ്യകത. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ടത്? അതാണ് മനുഷ്യൻ്റെ കണ്ടീഷനെ സംബന്ധിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ഗ്രഹിക്കുന്ന ഇല്ല,
ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടാത്ത ഒരു മനുഷ്യനുമില്ല. ഈ നിലയിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി എന്ന് പറയുന്നത് നരകമാണ്. ഇത് അറിഞ്ഞവരാണ് ഓരോ ദൈവമക്കളും. ഈ അറിവാണ് നമ്മെ മറ്റുള്ളവരോട് സുവിശേഷം ഷെയർ ചെയ്യാൻ തക്കണം പ്രേരണ തരുന്നത്. കാരണം ഒന്ന്, ഇത് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ മരണം മാറി എന്നാണ് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ദൈവവേദന മരണം മാറി. മനുഷ്യൻ ഈ ലോകത്ത് ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഭയം അവന് ഭൗതികമില്ലെന്നുള്ളതല്ല, അവൻ്റെ മരണത്തിന് ശേഷം അവൻ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അവന് വേണമെങ്കിൽ അതിന് ഇഗ്നോർ ചെയ്യാം, പക്ഷേ അവൻ്റെ കിടക്കയിൽ അവൻ അതിനെ അഭിമുഖീകരിക്കുകയാണ്. അവിടെ അവനത് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് കർത്താവിൻ്റെ പ്രായശ്ചിത്തപരമായ മരണത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയിൽ ദൈവത്തിന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാൻ അത്രേ വന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ അല്ലെങ്കിൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തിരുന്നതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാവജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണം നിവർത്തിപ്പാനാണ്. എന്തുകൊണ്ട്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം നമുക്കത് നിവർത്തിപ്പാൻ കഴിയാത്തത് കൊണ്ട് ദൈവം തൻ്റെ പുത്രനെ പാവജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ആ നിവൃത്തീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രമാണം, പരിശുദ്ധമായ പ്രമാണത്തിലെ പുത്രൻ നിവർത്തിച്ച ആ നീതി എനിക്ക് കണക്കിട്ടാണ് ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എൻ്റെ പാപം കർത്താവിന് കണക്കിട്ടു. എൻ്റെ പാപം കർത്താവിന് കണക്കിട്ടെന്ന് പറഞ്ഞപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു. പക്ഷേ അത് ഓർക്കുമ്പോഴാണ് നമുക്ക് ആരാധനയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുന്ന. അപ്രകാരം വിശ്വാസത്താലാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, എന്നും എക്കാലത്തും, പുതിയ നിയമമൊന്നും മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കെങ്കിലും നീതീകരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ, റോമാലേഖനത്തിൽ, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇതെല്ലാം വ്യക്തമാകുന്നുണ്ട്. സാൽവേഷൻ ഈസ് ബൈ ഫെയ്ത്ത് അലോൺ. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കറിയാം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം പോലും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നമുക്കത് കാണാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. അവിടെ കാണുന്ന മറ്റൊരു ചിത്രം എന്ന് പറയുന്നത്, പാപിയായിരിക്കുന്നു മനുഷ്യന്, അവൻ എത്ര, നമ്മൾ ഉപയോഗിക്കുന്നൊരു പദമുണ്ടല്ലോ, എത്ര നല്ലവൻ എന്ന് നമ്മൾ പറഞ്ഞാലും ദൈവത്തോട് അവന് സമാധാനമില്ല. ഇത് ഞാനിത് പറയുമ്പോൾ ഒരു പരീക്ഷ മനോഭാവത്തിലല്ല പറയുന്നത്. നമുക്ക് ലഭിച്ച ആ പദവി അവർക്ക് ലഭിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടും ഭാരത്തോടും കൂടിയാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെന്നു, നമുക്ക് നെഞ്ചിന് വേദനയോ കൈക്ക് വേദനയോ കാലിന് വേദനയോ നടുവേദനയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ, അവൻ നമ്മുടെ അടുത്ത ബന്ധുവാണെന്നിരിക്കട്ടെ ആ ഡോക്ടർ, അപ്പോഴാണ് ഒരു ഗ്രിം ഡയഗ്നോസിസാണ് അവൻ ചെയ്തത്. ഓ, എൻ്റെ അമ്മാച്ചൻ്റെ മോനായി, ഞാനിതെങ്ങനെ അവനോട് പറയുന്നേ? നല്ലൊരു വ്യക്തിയല്ലേ, എങ്ങനെ പറയാൻ കഴിയും ഇത് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ അവനൊരു ഡോക്ടറാണോ? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ ഡയഗ്നോസിസാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ പറയുക, എൻ്റെ അമ്മാച്ചൻ്റെ മോൻ, അവൻ നല്ലവനാ, അവനോട് എങ്ങനെയാ അവൻ്റെ ഈ ഡയഗ്നോസിസ് പറയുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേ പറ്റൂ. കാരണം അവന് ഇക്കാലത്തെ ഒഫൻസ് അല്ല നമ്മൾ നോക്കണ്ടേ, അവൻ്റെ വരുവാനുള്ള നിത്യത അവന് നഷ്ടപ്പെടാതിരിപ്പാൻ സുവിശേഷീകരണത്തിലുള്ള 2 റിസൾട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സുവിശേഷീകരണത്തിലൂടെ
ഉള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ വിടുതലാണ്, അവൻ്റെ നിത്യതയാണ്. അതേ സമയം തന്നെ സുവിശേഷം എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് അവിടെയാണ് പീഡനം അതിനകത്ത് റിസൾട്ടായി വരുന്നത്. ഒറ്റ പ്രസംഗമല്ലേ സ്തെഫാനോസ് പ്രസംഗിച്ചുള്ളൂ, ഒറ്റ പ്രസംഗം. അതോടുകൂടെ പുള്ളിയുടെ ശുശ്രൂഷ കഴിഞ്ഞു. എന്നാൽ പൗലോസ് എത്രയോ പ്രസംഗങ്ങൾ പ്രസംഗിച്ചു, പത്രോസ് എത്രയോ പ്രസംഗങ്ങൾ പ്രസംഗിച്ചു, അല്ലേ? യാക്കോബ് പ്രസംഗിച്ചതായിട്ട് കണ്ടില്ല. പക്ഷേ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ എക്സ്ക്ലൂസിവിറ്റി നാം ഒരു വിധത്തിലും അത് കളയരുത്. ഇത് മാത്രമാണ് മരുന്ന്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത് ഈ സുവിശേഷം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. അതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പം അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യൻ്റെ വീഴ്ച ദൈവത്തിൻ്റെ മുമ്പാകെ സർപ്രൈസ് ആയിരുന്നില്ല. കാരണം ഇത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. റെവലേഷൻ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 8-ാം വാക്യത്തിൽ ക്രൈസ്റ്റ് who is the lamb slain from the foundation of the world, ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. അതേ തുടർന്ന് നമ്മൾ എവിടെയൊക്കെയാണ് ഈ സുവിശേഷം വാഗ്ദത്തം ചെയ്തതെന്ന് നമ്മൾ കാണുകയുണ്ടായി. വീഴ്ചയിൽ തന്നെ ആ വാഗ്ദത്തം നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വീഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ താഴോട്ട് വരുമ്പോൾ കർത്താവാണ് സുവിശേഷം. അതിനെ തുടർന്ന് നമ്മൾ അതൊക്കെ ചിന്തിക്കണ്ടേ. കർത്താവ് എവിടേക്കാണ്, കർത്താവ് ഇപ്രകാരം വരുന്നു എന്നുള്ള വാഗ്ദത്തം, കർത്താവ് എങ്ങനെയാണ് വരുന്നത്? ഒരു പ്രവാചകനായിട്ട്, ഒരു പുരോഹിതനായിട്ട്, ഒരു രാജാവായിട്ട്, ജാതികൾക്ക് പ്രകാശമായിട്ട് ഇങ്ങനെ വരുമ്പോൾ കർത്താവ് കടന്നു പോകേണ്ട അനുഭവങ്ങളെക്കുറിച്ചും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. He will be despised and rejected. അവിടുത്തെ അത്ഭുതം, അവിടുത്തെ മിനിസ്ട്രി, ആത്യന്തികമായി അവിടുത്തെ എപ്രകാരമാണ് തള്ളി പറയുന്നത്, ഒറ്റിക്കൊടുക്കുന്നത്, അതിൻ്റെ വില, ചെറിയ ഡീറ്റെയിൽ പോലും, അങ്കിക്കായി ചീട്ടിടുന്ന കാര്യം വരെ നേരത്തെ തന്നെ പ്രവചിച്ച കാര്യങ്ങളാണ്. അവിടുത്തെ വാക്കുകൾ, ക്രൂശിൽ അവിടുന്ന് പറഞ്ഞ വാക്കുകൾ സങ്കീർത്തനം 22-ലുണ്ട്. അതെ, അവിടുന്ന് എപ്രകാരമാണ് അടക്കപ്പെടുന്നത്. ഹി വിൽ ബി ബറീഡ് വിത്ത് ദ റിച്ച്. അതെ, അവിടുത്തെ ഉയർപ്പിനെ സംബന്ധിച്ചും ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ശുശ്രൂഷയും അവിടുത്തെ മിനിസ്ട്രിയെ സംബന്ധിച്ചും ഇൻഡയറക്ട്ലി ഉള്ള പ്രവചനങ്ങളുമുണ്ട്. അത് ബൈ സയൻസ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് സമാഗമന കൂടാരത്തിൽ നമ്മളത് കണ്ടതാണ്. സമാഗമന കൂടാരത്തിലെ ഗേറ്റ് മുതൽ, വാതിൽ മുതൽ, അവിടുത്തെ വിശുദ്ധ സ്ഥലം വരെയുമുള്ള ഓരോ ഉപകരണങ്ങളും കർത്താവിനെ പോയിൻ്റ് ചെയ്യുന്നതാണ്. വാതിൽ പോയിൻ്റ് ചെയ്യുന്നത് യോഹന്നാൻ സുവിശേഷം 14:6 പറഞ്ഞിരിക്കുന്ന ഞാനാകുന്നു വാതിൽ. ഐ ആം ദ ഡോർ. ഇഫ് എനിവൺ എൻറ്റേഴ്സ് ബൈ മീ ഹി വിൽ ബി സേവ്ഡ്. അതുപോലെ തന്നെ യാഗപീഠം പോയിൻ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെയാണ്. താമ്രത്തൊട്ടി പോയിൻ്റ് ചെയ്തത് കർത്താവിലൂടെയുള്ള ശുദ്ധീകരണത്തെയാണ്, ക്ലെൻസിങ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. ശുദ്ധ സ്ഥലത്ത് കാണുന്ന നിലവിളക്ക് പോയിൻ്റ് ചെയ്യുന്നത് കർത്താവ് യോഹന്നാൻ സുവിശേഷം 8:12 പറഞ്ഞിരിക്കുന്ന ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള ആ പ്രസ്താവനയാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശ പ്രതിദാനം ചെയ്യുന്നത് യോഹന്നാൻ 6:35 6:51 കർത്താവ് പറഞ്ഞു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ധൂപപീഠം പ്രതിദാനം ചെയ്യുന്ന എബ്രായലേഖനം 7:25 ക്രൈസ്റ്റ് അവർ ഇൻ്റർസെസർ,
ക്രിസ്തു നമ്മുടെ മധ്യസ്ഥൻ. 7:25 നമുക്കത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ ആദ്യം നമുക്ക് കാണുന്നത് എന്താ? ദ വെയിൽ, തിരശ്ശീല കാണുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ കൃപാസനം കാണിക്കുന്നത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി പാപത്തെ മറയ്ക്കുന്ന കൃപാസനം എന്ന് പറഞ്ഞാൽ മേൽമൂടിയാണ്. അതിനകത്ത് ഇരിക്കുന്ന 3 ഉപകരണങ്ങൾ അല്ലെങ്കിൽ 3 ഉപകരണങ്ങളുണ്ടല്ലേ. അത് അഹരോൻ്റെ തളിർത്ത വടിയും കൽപ്പലകകളും പിന്നെ മണ്ണയിട്ട് വെച്ച പാത്രവും. കൽപ്പലകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കൽപ്പലകൾ നമ്മളെ വിധിക്കും, എന്നാൽ അതിനെ മറയ്ക്കുന്നതാണ് കൃപാസനം. കാരണം എന്താ? ഇപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നില്ലുമ്പോൾ കൃപാസനത്തിലേക്ക് കടന്നില്ല. നമുക്ക് കൃപ ആവശ്യമാണ്, കരുണ ആവശ്യമാണ്. ഇന്ന് രാവിലെ ഇത് ഒന്ന് ടൈപ്പിൻ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ടാബർനക്കിൾ അല്ലെങ്കിൽ ഈ അതുമാത്രമല്ല, ഈ സമാഗമന കൂടാരത്തിലെ നിറങ്ങൾ, ദ കളേഴ്സ്, അതും കർത്താവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് ഗോൾഡ്, ഹിസ് ഡിവൈൻ നേച്ചർ. സിൽവർ, അത് ഞാൻ ടൈപ്പ് ചെയ്ത് തരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കറിയാം. കർത്താവിലൂടെയുള്ള വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. കാരണം സിൽവറാണ് റാൻസം മണിയായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത്. ബ്രോൺസ്, അത് കാണിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കോപം അല്ലെങ്കിൽ ക്രോധം. നീലനിറം കാണിക്കുന്നത് കർത്താവിൻ്റെ ഹെവൻലി ഒറിജിൻ, അവൻ സ്വർഗീയനാണ് എന്നാണ്. പർപ്പിൾ കാണിക്കുന്നത് കർത്താവിൻ്റെ റോയൽറ്റിയാണ്, അവൻ്റെ രാജ്യത്വത്തെയാണ് കാണിക്കുന്നത്. സ്കാർലറ്റ് നിറം കാണിക്കുന്നത് അവിടുത്തെ സാക്രിഫൈസും അവിടുത്തെ മനുഷ്യത്വം, ഹ്യൂമാനിറ്റിയുമാണ്. അപ്രകാരം നമുക്ക് ഗോസ്പൽ, അത് സത്യമാണ്, അത് കൃപയോടുകൂടിയുള്ളതാണ്, അത് മഹത്വകരമാണ്. ഇത് മാത്രമാണ് ദൈവത്തോടുള്ള സമാധാന ബന്ധത്തിലേക്ക് മടക്കി വരുത്തുവാൻ പിതാവ് വിഭാവനം ചെയ്ത പദ്ധതി. ഇത് മാത്രമാണ്. ഇറ്റ് ഈസ് നെസസറി ബിക്കോസ് ഓൾ പീപ്പിൾ ആർ സിന്നേഴ്സ്. It is powerful because it saves and transforms all who believes. അതാണ് റോമാലേഖനം 1:14 പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നുവല്ലോ. ഗോസ്പൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ്. എങ്ങനെയാണത് ഗുഡ് ന്യൂസായി മാറുന്നത്? വിശ്വസിക്കുന്നവർക്ക് അത് ഗുഡ് ന്യൂസാണ്. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ഇവിടെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം അത് വാക്കുകളായിട്ട് മാത്രമല്ല നിങ്ങളുടെ അരികിലേക്ക് വന്നത്, അത് ശക്തിയോട്. ഈ ശക്തിയുടെ പ്രദർശനം എങ്ങനെയാണ് മനസ്സിലാക്കുന്ന? ഒരു വ്യക്തിയിൽ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനിൽ ആന്തരികമായി ഉളവായി വരുന്ന രൂപാന്തരീകരണമാണ് ഈ വചനത്തിൻ്റെ ശക്തിയുടെ പ്രദർശനം. മാത്രമല്ല, ഇത് ഈ മനുഷ്യനിൽ അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തോട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ കഴിയത്തില്ല. ഞാൻ എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് ചെല്ലത്തില്ല, അവൻ്റെ ചെവിയിൽ ചെല്ലും. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അത് മറന്നു പോകും. അവൻ്റെ ഹൃദയത്തിൽ അത് പതിയണമെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ കാരിയർ ഓഫ് ദ വേർഡ്. അവിടെയാണ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ പൊതുവിൽ മനസ്സിലാക്കുന്നത് പ്രീച്ചിങ് ആസ്
പല ചടങ്ങുകളിൽ ഒന്ന് എന്ന നിലയിലായിരിക്കാം. പക്ഷേ അല്ല. ബിക്കോസ് ഗാഡ് ഈസ് ദ പ്രീച്ചർ. ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഇരുളിനെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നില്ലേ? എന്താ പറഞ്ഞത്? വെളിച്ചമുണ്ടാകട്ടെ, ലെറ്റ് ദെയർ ബി ലൈറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യത്തെ പ്രദർശനം വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്നും ആ വചനം ഇരുൾ വ്യാപിച്ചിരിക്കുന്ന മനുഷ്യ മനസ്സുകളിൽ വെളിച്ചത്തെ വ്യാപിപ്പിക്കുന്നതാണ്. ബിക്കോസ് ഗോഡ് ഈസ് എ പ്രീച്ചർ. ദൈവസഭയുടെ അടിസ്ഥാനപരമായ സന്ദേശമാണ് സുവിശേഷം. അല്ലേ? ദ ഫൗണ്ടേഷണൽ മെസ്സേജ് ഓഫ് ദ ചർച്ച് ഈസ് ദ ഗോസ്പൽ. വേറൊന്നുമല്ല. ഇപ്പോൾ തെസ്സലോനിക്ക സഭയുടെ ഉത്ഭവം തന്നെ നാം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പൗലോസ് ചെന്ന് പ്രസംഗിക്കുകയാണ്. തെസ്സലോനിക്കയിലെത്തി യഹൂദന്മാരുടെ ഒരു പള്ളിയിൽ ചെന്നു. പതിവ് പോലെ അവരോട് ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. വാദിക്കുക എന്ന് പറഞ്ഞാൽ ഡിബേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, റീസൺ ചെയ്തു എന്നുള്ളതാണ്. കാരണം അവർ യഹൂദന്മാരായതുകൊണ്ട് തിരുവെഴുത്ത് എന്ന് പറയുന്ന കണ്ടോ, അവിടെ ഇന്നലെ കർത്താരദാസൻ പറഞ്ഞ പോലെ തിരുവെഴുത്ത് ഈ പഴയ നിയമം വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമോശം പൗലോസ് പഴയ നിയമത്തിൽ നിന്നാണ് ക്രിസ്തുവിനെ തെളിവാക്കി യഹൂദന്മാർക്ക് കൊടുത്തത്. കാരണം പൗലോസ് ഈ പറയുന്ന സമയങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങളെല്ലാം എഴുതി തീർന്നിട്ടില്ല. അപ്പം തിരുവെഴുത്ത് എന്ന് കർത്താവ് തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് പഴയ നിയമമാണ്. നിങ്ങൾ തിരുവെഴുത്തുകളിൽ വായിച്ചിട്ടില്ലയോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. എന്നിട്ട് സുവിശേഷം നമുക്കിവിടെ കാണാം. മരിച്ചവരെന്ന് ഒരുത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടേയിരുന്നു. ഒരാഴ്ച മാത്രമല്ല, 3 ശബത്ത് എന്ന് പറയും. പക്ഷെ പിന്നീട് നമുക്ക് മറ്റ് ഭാഗങ്ങളോട് ചിന്തിക്കുമ്പോൾ അതിൽ കൂടുതൽ പൗലോസ് അവിടെ നിന്നതായിട്ടാണ്. പൗലോസ് അവിടെയും അല്പം ജോലി ചെയ്ത് കാര്യങ്ങളൊക്കെ പുലർത്തി എന്നും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അത്രയും സമയങ്ങൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തപ്പോൾ ഫൗണ്ടേഷണൽ മെസ്സേജ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ കണ്ടൻ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അതോ ഈ വാക്യം തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷമാകുമോ? എന്താണ് സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ചു ഉരുത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക, അതാണ് ഞങ്ങളുടെ സുവിശേഷം. ശരിയാണ്. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് സുവിശേഷമായി മാറുന്നത്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, ഈ പുതിയ നിയമ സുവിശേഷങ്ങളാണെങ്കിലും, സുവിശേഷം എന്ന 4 പുസ്തകങ്ങളാണെങ്കിലും, പ്രത്യേകിച്ചും റോമർ മുതൽ യൂത വരെയുള്ള ലേഖനങ്ങളാണെങ്കിലും, ഓരോ വാക്യങ്ങളും ഓരോ സെർമൺ ടൈറ്റിലുകളാണ്. അത് വിശദീകരിക്കേണ്ടതാണ്. ഇപ്പം തന്നെ നമ്മൾ സമയം കളയാൻ വേണ്ടിയല്ല ഞങ്ങളുടെ സുവിശേഷം എന്ന് പറഞ്ഞ് ഇപ്പോൾ നിൽക്കുന്നത്. ബിക്കോസ് ഇനിയും മണിക്കൂറുകൾ പറയാനുള്ളതുണ്ട് സുവിശേഷത്തിനകത്ത്. ബിക്കോസ് അത്രയ്ക്കും റിച്ചാണ്. കാരണം ഇത് എഴുത്തുകാരൻ എന്ന് പറഞ്ഞത് പൗലോസ് ആയതുകൊണ്ടല്ല, ഇത് എഴുത്തുകാരൻ പരിശുദ്ധാത്മാവായതുകൊണ്ട്. നമ്മളൊരു എഴുത്തെഴുതിയ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വായിക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? ഇത് അങ്ങനെയുള്ള എഴുത്തല്ല. ഇത് നീഡ്സ് ടു ബി എക്സ്പൗണ്ടഡ്. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ആ ഭക്തൻ പറഞ്ഞത്, ഓരോ വാക്യവും ഓരോ സെർമൺ ടൈറ്റിലാണ്. അത് മണിക്കൂറുകൾ അതിൽ നിന്ന് നമുക്കുള്ള ആത്മീകമായിട്ടുള്ള ആഹാരം അതിൽ നിന്നും ലഭിക്കും. പൗലോസ് സുവിശേഷം പറയുകയാണ്. അനേകർ മുന്നോട്ട് വന്നു, വലിയ കൂട്ടം വന്നെന്നാണ് പറയുന്നത്. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. വിശ്വസിക്കുന്നവർക്കത് ശക്തിയായി വ്യാപരിക്കുന്നതാണ്. അതാണ് റോമാലേഖനം 1:16 പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്ന ആദ്യ യഹൂദന് പിന്നെ യവനന് അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. മുന്നോട്ട് പോകട്ടെ. റോമാലേഖനം 1:14 വന്നപ്പോൾ പൗലോസ് ഈ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് വായിക്കാമോ? അല്ലല്ല, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല.
വായിച്ചു. അത് 16 വായിച്ചല്ലേ? ഓക്കെ. ഇനി 14, 14. അതെ, യവനന്മാർക്കും വായിച്ചത് കറക്റ്റായിരുന്നു. ഞാൻ വായിച്ച കറക്റ്റ് 14ആയിരുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഇപ്പോൾ മാനുഷ്യമായ രീതിയിൽ കടക്കാരൻ എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ സൈസാന് കടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എന്തോ മേടിച്ചിട്ടുണ്ട് എന്നല്ലേ തോന്നുന്നേ? അപ്പം പൗലോസ് എന്താ പറയുന്നേ? ഞാൻ ജാതികളോട് മേടിച്ചിട്ടുണ്ടെന്നാണോ? ഞാൻ ബർബരന്മാരോട് മേടിച്ചിട്ടുണ്ടെന്നാണോ? അതാണ് ഈ പിന്നെ എനിക്ക് തോന്നുന്നത് KJV ഡെറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഞാൻ KJVക്ക് എതിരല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ അർത്ഥമാണ് NASB കൊടുത്തേക്കുന്നത് ഓബ്ലിഗേഷൻ. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞാൻ കടംപെട്ടിരിക്കുന്നു. എങ്ങനെ? ആർക്കൊക്കെ കടംപെട്ടിരിക്കുന്നു? യവനന്മാർക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു, ബർബരന്മാർക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു, ജ്ഞാനികൾക്ക് കടംപെട്ടിരിക്കുന്നു, ബുദ്ധിഹീനർക്ക് കടംപെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ട്രൂ. അതായത് സുവിശേഷീകരണം ഒരു ഗിഫ്റ്റിംഗ് ആയിട്ടുള്ളവരുണ്ട്. അത് ആ വ്യക്തിയാണ് എന്തെന്ന് പറയുന്നേ? ഇവാഞ്ചലിസ്റ്റ്. അത് അവർക്ക് അതിനൊരു ഗിഫ്റ്റിംഗ് ഉണ്ട്. അവർ ഏത് വ്യക്തികളാണെങ്കിലും അവർ സുവിശേഷം ഷെയർ ചെയ്യാൻ അവർക്ക് അറിയാം. അത് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റിംഗാണ്. പക്ഷേ നമ്മളെല്ലാവർക്കും സുവിശേഷം ഷെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പൗലോസിന് മാത്രമല്ല, പൗലോസിനെ പോലെ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. വി ആർ അണ്ടർ ഓബ്ലിഗേഷൻ. അതവിടെ പറയുന്നത്. I am under obligation. ക്രിസ്തുവില്ലാത്ത ഏതൊരു വ്യക്തിയോടും നാം കടംപെട്ടിരിക്കുന്നു. ക്രിസ്തുവില്ലാത്ത ഏതൊരു വ്യക്തിയോടും ഞാനും നിങ്ങളും കടംപെട്ടിരിക്കുന്നു. അപ്പം കടം ഉള്ളിടത്തോളം കാലം നമ്മുടെ മുഖത്തത് അറിയാം. അച്ഛൻ്റെ കടമൊക്കെ വീട്ടിൽ, അതുകൊണ്ട് അച്ഛനെ സന്തോഷം കണ്ടില്ലേ? എന്താ വീട് പേ ഓഫിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ കടം. അത് കഴിയുമ്പോൾ ഓയ്യോ എന്തോ സന്തോഷമല്ലേ? പക്ഷെ അത് കൊടുത്താലും വേറൊരു കടം കിടക്കുക. ആ കടമാണ് ഈ കടം, സുവിശേഷം എന്ന കടം. ആർക്കൊക്കെ കടം? ഇഷ്ടമുള്ളവർക്കല്ല, എല്ലാവർക്കും കടക്കാരനാണ്. ക്രിസ്തുവില്ലാത്ത എല്ലാവരോടും ഞാനും നിങ്ങളും കടക്കാരാ. പൗലോസ് അതാ പറയുന്നേ, ഐ ആം എ ഡെറ്റർ. അതായത് രണ്ട് എക്സ്ട്രീംസാണ് പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞേ? യവനന്മാരെന്ന് പറയുമ്പോൾ ഈ ഗ്രീക്ക്, ബർബരന്മാരെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം, ഇൻക്ലൂഡിങ് ജ്യൂസ്. കടക്കാരാ, എല്ലാവരോടും കടക്കാരാ. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ, ഏത് ഭാഷയിലുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ കംഫർട്ടബിൾ ആകുന്നത് മലയാളികളോടായിരിക്കാം, ഹിന്ദിക്കാരോടായിരിക്കാം, ഇന്ത്യക്കാരോടായിരിക്കാം. വെള്ളക്കാരോട് ചെന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവന് മനസ്സിലാകത്തില്ലായിരിക്കാം, അല്ലേ? ബട്ട് നമ്മുടെ ഉള്ളിൽ ആ ഭാരം ഉണ്ടെങ്കിൽ, അതെ, ദൈവം എന്തെങ്കിലും ഒരു മുഖാന്തരം ഒരുക്കും. ഇനി മാത്രമല്ല, ഈ ഭാരം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭാരമല്ല, ദൈവത്തിൻ്റെ ഭാരമാണ്. ദൈവത്തിനാണ് ഭാരമുള്ളത്. അതുകൊണ്ടല്ലേ ദൈവം തൻ്റെ പുത്രനെ തന്നെ അയച്ചു. ആ ഭാരത്തിൻ്റെ ഒരു അംശം മാത്രമാണ് നമുക്കുള്ളത്. വാങ്ങിയിട്ട് തിരികെ കൊടുക്കുന്ന ഒരവസ്ഥയല്ല ഇവിടെ. അതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എ നെസസിറ്റി imposed upon us by the nature of matter under consideration. നാം ഇപ്പോൾ ചിന്തിക്കുന്ന ആ വിഷയത്തിൻ്റെ പ്രാധാന്യതയെ അടിസ്ഥാനമാക്കി
നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ നിർബന്ധം. ശരിയല്ലേ? അതാണ് കടക്കാരൻ എന്നുള്ള നിലയിലേക്ക് എന്നെ മാറ്റുന്നത്. സുവിശേഷം പറയുക എന്നൊരു നിയമം ഉണ്ടാക്കാൻ അത് ദൈവത്തിന് പ്രസാദമല്ല. കാരണം ഇത് സ്നേഹത്തിൽ നിന്ന് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഇത് ബോധ്യത്തിൽ നിന്ന് ചെയ്യേണ്ടതാണ്. രണ്ടുമുണ്ട്. ഒരു കോയിൻ്റെ രണ്ട് വശം പോലെ. ഞാൻ പറയുന്ന സുവിശേഷം സത്യമാണെന്നുള്ള ബോധ്യമാണ് എന്നെ അത് ഷെയർ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല ആ വ്യക്തിയോടുള്ള ഭാരം, ആ വ്യക്തി നഷ്ടപ്പെടരുത്. അപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ ട്രൂത്ത് ആൻഡ് ലവ്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറയുന്നത് സ്നേഹത്തിലാണ് സത്യം സംസാരിക്കേണ്ടത്. പരീക്ഷ സംസാരിക്കുന്ന പോലല്ല, സ്നേഹത്തിൽ സത്യം സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞ, ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാണ്. സത്യം പറയുമ്പോൾ എങ്ങനെ പറയണം? താഴ്മയോടെ, സ്നേഹത്തോടെ. സോ എ നെസസിറ്റി imposed upon us by the nature of matter under consideration. പൗലോസിന് ആ ഭാരമുണ്ട്. അതുകൊണ്ടാണ് അടിച്ച് മരിച്ചു എന്ന് വന്ന് വലിച്ച് വെളി കൊണ്ടിട്ടു. പിന്നെ നോക്കിയപ്പോൾ കോഴികുളഞ്ഞ് കവലയെന്ന് പ്രസംഗിക്കുന്നു അല്ലേ? അതെന്താ അറിയോ? ആത്മഭാരം എന്ന് പറയും അതിന്. അതിനുവേണ്ടിയാണ് ഞാനും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ കടംപെട്ടിരിക്കുന്നു. ഞാൻ കടംപെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം പറയാതെ പറയുന്നത്, ഐ ആം ദ പൊസസ്സർ ഓഫ് ദ മെസ്സേജ്. എന്തോ എനിക്ക് ആ മെസ്സേജ് ഉണ്ട്, എന്നിൽ ആ മെസ്സേജ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇതൊരു ദേവദാസൻ പറഞ്ഞ ഉദാഹരണമാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ കൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയല്ല, അത്യാസന്ന രോഗത്തിൽ കിടക്കുകയാണ്, ഹോസ്പിറ്റലാണ്. മണിക്കൂറുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർ. നമ്മളെ കാണണമെന്ന് പുള്ളിക്കൊരു നിർബന്ധം. അതങ്ങനെ സംഭവിക്കും കേട്ടോ. ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള ഒരു അപ്പച്ചൻ, നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങളിടയ്ക്ക് ഹായ് ഹലോയെ പറയത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ പുള്ളി കൂടുതൽ കാര്യങ്ങൾ പറയും. കോവിഡിൻ്റെ ടൈമിൽ പുള്ളിക്ക് കോവിഡ് പിടികിട്ടു. ആദ്യത്തെ ആ വേവാണ്. പുള്ളിക്ക് കോവിഡ് പിടിവിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പുള്ളി ആരെയാണ് വിളിച്ചെന്നറിയോ? എന്നെ വിളിച്ച്, ജോർജ്, ഐ കാനോട്ട് ബ്രീത്ത്, പ്ലീസ് പ്രേ. ആ പുള്ളിക്ക് ഇവിടെ ആൾക്കാർ ഒരുപാടുള്ളതാ. റൈമണ്ട് എന്നാ പേര്. പുള്ളിക്ക് അന്നേരം തോന്നി എന്നെ വിളിക്കണമെന്ന്. ഇങ്ങനെ നമ്മെ വിളിച്ചെന്നിരിക്കട്ടെ, നമ്മെ കാണണമെന്ന് പറഞ്ഞു. നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറും പറഞ്ഞു 1 മണിക്കൂർ മാക്സിമം. പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാം. അദ്ദേഹത്തോട് നമ്മൾ എന്ത് സംസാരിക്കും? നമ്മൾ പറയുമോ, എടാ എത്രയോ പ്രാവശ്യം ഞാൻ നിന്നോട് സുവിശേഷം പറഞ്ഞ ഇങ്ങനെ ഇരിക്കും, അതാണോ പറയാൻ പോകുന്നത്? എടാ ഞാൻ 1982 മാർച്ച് മാസം 20-ാം തീയതി രക്ഷിക്കപ്പെട്ടതാ. എൻ്റെ ജീവിതം നോക്കിക്കേ. അപ്പോൾ എൻ്റെ ലൈഫാണോ അന്നേരം പറയാൻ പോകുന്നത്? എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുമോ? അന്നേരം അവനെ രക്ഷപ്പെടുത്താൻ പൊട്ടൻഷ്യലുള്ള ഏക സന്ദേശം ഈ സുവിശേഷമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യേണ്ടത് അത് തന്നെയല്ലേ? ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് നല്ലതാ, എൻകറേജ്മെൻറ്റ് നല്ലതാ. പക്ഷെ അത് ഒരാളെ സേവ് ചെയ്തില്ല. രക്ഷിക്കാൻ ശക്തിയുള്ള സന്ദേശമാണ് സുവിശേഷം. അത് ഏത് നിലവാരത്തിലിരിക്കുന്നവരെയും രക്ഷിപ്പാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്, ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ഏകരായ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സന്ദേശം നമ്മൾ പൂർണ്ണ തോതിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ വിത്ത് കിളർക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുക.
കാരണം അതിന് പൊട്ടൻഷ്യലുണ്ട്. കൊടുക്കുന്ന ആളല്ല അതിനെ പിന്നെ രാത്രി കൊണ്ട് നട്ടിട്ട് പിന്നെ രാവിലെ മതി നോക്കുവാണ് കിളിച്ചു വന്ന്. നോ, യു ജസ്റ്റ് ഹാവ് ടു വെയിറ്റ്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിത്ത് വിതച്ചിട്ട് രാവിലെ പിന്നെയും പോയി നോക്കുവാണോ? അല്ല. വി വെയിറ്റ് പേഷ്യൻ്റ്ലി ബിക്കോസ് ദ സീഡ് ഹാസ് ദ പൊട്ടൻഷ്യൽ. കാരണം ഈ തിരുവെഴുത്തിന് ശക്തിയുണ്ട്. അത് ഒരു നാൾ അത് വിള നൽകുക തന്നെ ചെയ്യും. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെ ഒരാൾക്ക് കൊടുക്കാനുള്ള സന്ദേശമുണ്ടോ എന്നുള്ളത് ചോദ്യം. നമ്മുടെ ജീവിതം വിടാം. ആൻഡ് ഹീ നോസ് ദാറ്റ് വി ആർ ക്രിസ്ത്യൻസ്. നമ്മെ വിളിച്ച വ്യക്തിക്കറിയാം നാം സത്യദൈവത്തെ സേവിക്കുന്നവനാണെന്ന്. അതുകൊണ്ടാണ് നമ്മെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ അന്നേരം നമുക്ക് അവനോട് പറയാൻ, പൗലോസ് പറയുന്നത് പോലെ കൊടുക്കാൻ നമുക്ക് സന്ദേശമുണ്ടോ? പത്രോസ് അതുകൊണ്ടായി പറയുന്നത്, പത്രോസിന് 1 ലേഖനം 3 അധ്യായത്തിൽ നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് സൗമ്യതയുടെ ആത്മാവിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ചോദ്യം വരാം. അന്നേരം ഞാനൊരു കമൻ്ററി എടുക്കട്ടെ എന്ന് പറയാൻ നടക്കത്തില്ല. അന്നേരം ഒരു കാര്യം ചെയ്യാം, പാസ്റ്ററുടെ നമ്പർ കൊടുക്കാം, നടക്കത്തില്ല. വി ഷുഡ് ബി റെഡി എന്ന് പറഞ്ഞാൽ എ ട്രൂ ക്രിസ്ത്യൻ നോസ് വൈ ഹി ഈസ് എ ക്രിസ്ത്യൻ. ഒരു യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അവൻ അറിയാം അവൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയിരിക്കുന്നത്. സ്തോത്രം. You cannot be a Christian without knowing why you are a Christian. Basically നമുക്കറിയണം നാം ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. പൗലോസ് അത് പറയുന്നുണ്ടല്ലോ, ഞാൻ ആരേ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ നാൾ വരെ കാക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര ബോൾനെസ് അല്ലേ! ബിലീഫ് മാത്രമല്ല, ദ റീസൺ ഫോർ ദ ബിലീഫ്. എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പൗലോസ് ഈ ശിംശോനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, നാസീർ വൃദ്ധസ്ഥനാണ്. ഈ തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ, അതായത് ദൈവം വച്ചിരിക്കുന്ന നാസീർ വ്യവസ്ഥ ലംഘിക്കുന്നതിന് മുമ്പേ ആത്മാവുള്ള മനുഷ്യനായിരുന്നു. അവിടെ പലയിടത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, ഉദ്യമിപ്പിക്കുക. പുള്ളി പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ വിട്ടു പോകുക എന്നുള്ളതല്ല കേട്ടോ. പ്രേരണ കൊടുക്കുക, കമ്പൽഷൻ കൊടുക്കുക. പൗലോസ് അതാ പറയുന്നത്, പോൾ ഈസ് അണ്ടർ കമ്പൽഷൻ ടു ഷെയർ ദ ഗോസ്പൽ. വീണ്ടും ഞാൻ പറയട്ടെ, ആ കമ്പൽഷൻ എന്ന് പറയുന്നത് ഇത് ട്രൂത്താണ്. ഇത് മാത്രമേ ഉള്ളൂ ട്രൂത്ത്. ഇത് ഷെയർ ഇരിക്കാൻ എനിക്ക് കഴിയത്തില്ല. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹം, ഇത് രണ്ടുമാണ് ആ ട്രൂത്ത് ഷെയർ ചെയ്യാൻ കൊണ്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളല്ലാത്ത മറ്റൊരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ക്രിസ്തുവില്ലാത്ത ആ വ്യക്തിയോട് നാം സുവിശേഷം ഷെയർ ചെയ്യുന്നത് ചെയ്യും. അല്ല എങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നമ്മോട് തന്നെയാണ് സ്നേഹം. കാരണം എന്താ, പറയുമ്പോൾ അവൻ എന്ത് പറയും? അപ്പോൾ നമുക്ക് നമ്മുടെ മാന്യത വിടാൻ പറ്റത്തില്ല. അവനെന്തെങ്കിലും ചെയ്ത് പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സ് നമുക്കില്ല. ചിലപ്പോൾ നല്ല പൊട്ടീര് കിട്ടും അല്ലേ? ഇതൊക്കെ നാട്ടിലൊക്കെ പോയി അനുഭവിക്കുന്നവരാണ് ദൈവദാസന്മാർ. ആട്ടി ഇറക്കി ഓടിച്ചു വിടും. നമ്മുടെ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞ്, നോർത്ത് ഇന്ത്യ പിന്നെ പറയണ്ടല്ലോ. മാത്രമല്ല അവരിപ്പോൾ ഒരു ലിസ്റ്റ് കൊണ്ടായിരിക്കുന്നത്. ഈ ചെന്ന് സുവിശേഷം പറയുന്നവരോട് ചോദിക്കാൻ ലിസ്റ്റ്. ഈ പാവപ്പിടിച്ച ദൈവദാസന്മാർക്ക് ഇന്നലെ ഒരാൾ പിന്നെ ഒരു പ്രസംഗം ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ അണ്ടറിൽ ചോദിച്ചേക്കുക, ആൾക്കാർക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. ഞാൻ വെച്ച് പ്രസംഗത്തിൻ്റെ എന്തെങ്കിലും സംശയമായിരിക്കും എന്ന് വെച്ച് വലിയതായിട്ട് നോക്കിയപ്പോൾ ചോദിക്കുക, കയ്യന് എവിടുന്ന ഭാര്യ കെട്ടിയെന്ന്. അപ്പം അതിനടുത്ത് എഴുതണമെന്ന് വിചാരിച്ചാൽ യഹോവ ഇരേ അല്ലേ, ദൈവം കരുതിക്കൊള്ളും. പക്ഷേ കാരണം ഇതൊക്കെ അനാവശ്യമായ ചോദ്യമാണ്. ഇങ്ങനെ കുടുക്ക് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളും ഈ ചോദ്യങ്ങളും ബൈബിൾ തെറ്റാണെന്ന് പറയുന്ന കുറേ ചോദ്യങ്ങളുമായിട്ട് റെഡിയായിട്ടിരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ എക്സ്ക്ലൂസിവിറ്റി ഇന്ന് ജനമനസ്സുകളിൽ എന്തില്ല?
അംഗീകാരമില്ല. കാരണം നമ്മളെന്താ പറയുന്നത്? നിൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, അല്ലെ നിങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. പണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ യേശുവിനെക്കുറിച്ചുണ്ട്, അപ്പോൾ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള. നോ, ജീസസ് ഈസ് യുണീക്ക്. യേശു അതുല്യനാ. നമുക്കിപ്പോൾ അവരുടെ ദൈവമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പുസ്തകത്തിനകത്ത് നമ്മുടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയാണ് സുവിശേഷം പറയുന്നത്. ട്രൂത്ത് ആൻഡ് ലവ്, അതാണ് നമ്മെ കമ്പൽ ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും നിലയിൽ ഒരു എക്യൂമിനിസം കൊണ്ടൊന്ന് സൂത്രത്തിൽ കുറേ ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ, നോ, ദാറ്റ്സ് നോട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു രക്തസാക്ഷി ഉളവായി വരത്തില്ലായിരുന്നു. പൗലോസ് പറയുന്നത് ഐ ആം ദ പൊസസ്സർ ഓഫ് ദാറ്റ് ഗോസ്പൽ. 3 പദങ്ങളാണ് പൗലോസ് സുവിശേഷീകരണത്തെപ്പറ്റി പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, ഈ സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകനാണ് ഞാൻ. ദൈവം എന്നെ ഏൽപ്പിച്ചു. ഐ ആം എ സ്റ്റുവേർഡ്. അതൊന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 9:17. 1 Corinthians 9:17. കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന? എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന, നമ്മളോട് ഓരോരുത്തരും പരമേൽപ്പിച്ചിട്ടുണ്ട്. എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് പറയുവാണെങ്കിൽ, ഇപ്പം ഈ ചർച്ചിന് ഒരു കീയേ ഉള്ളെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്റ്റർ ഇപ്പോൾ നാട്ടിൽ മിനിസ്ട്രിക്ക് പോകുമ്പോൾ പറയാം, ഇത് വെച്ചോണ്ട് ഒരൊറ്റ കീയേ ഉള്ളൂ, കാര്യം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഞാനെന്ത് ചെയ്യണം? അത് സൂക്ഷിക്കണം. പൗലോസ് എന്താ പറയുന്നത്? കാര്യം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മളെന്താ പറയുന്നത്? കാര്യം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. വി ആർ ദ സ്റ്റൂവേർഡ് ഓഫ് ദിസ് ഗ്ലോറിയസ് മെസ്സേജ്. ഈ മഹത്വകരമായ സന്ദേശത്തിൻ്റെ സ്റ്റൂവേർഡ്സാണ് നമ്മൾ. 2 പൗലോസ് റോമൻസ് 1:14 പറഞ്ഞിരിക്കുന്നത്, ഐ എം എ ഡെറ്റർ, അല്ലെങ്കിൽ ഐ എം അണ്ടർ ഓബ്ലിഗേഷൻ. ഞാൻ കടക്കാരനാണ്. ഐ എം അണ്ടർ കമ്പൽഷൻ, ഞാൻ നിർബന്ധിതനാണ് എന്ന് പറയുന്നത് 2ാമത്തെ കാര്യം. 3, ഞാൻ ഇതിൻ്റെ ശുശ്രൂഷകനാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സെർവൻ്റാണ്. അത് ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യർ ലേഖനം 1:23. Colossians 1:23. Was made a minister. നിങ്ങൾ കേട്ടുവരിക്കുന്ന സുവിശേഷം സ്ഥിരതയുള്ളവരുമായി. അത് ആദ്യം പറയുന്നത് കേട്ടോ. ആകാശ സകല സൃഷ്ടിയുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്ന സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാണ് ഞാൻ. സുവിശേഷം കാരണം ഞാൻ മറ്റുള്ളവരോട് കടക്കാരനാണ്. സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകനാണ് ഞാൻ. ഇത് 3 പൗലോസിന് വേണ്ടി മാത്രമല്ല, നമ്മോടുമുള്ളതാണ്. ഐ എം എ സ്റ്റുവേർഡ് ഓഫ് ദ ഗോസ്പൽ, ഐ എം എ ഡെറ്റർ ബിക്കോസ് ഓഫ് ദ ഗോസ്പൽ, ഐ എം എ സെർവൻറ്റ് ഓർ എ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ. വീണ്ടും ചോദിക്കുന്നത്, ഈ സന്ദേശം നമ്മുടെ കയ്യിലുണ്ടോ? അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുവാൻ തക്കവണ്ണം. ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, കുരുടനെ വഴികാട്ടിയായി കാട്ടാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ 2 പേരോട് കുഴി പോവും. എ ബ്ലൈൻഡ് കനോട്ട് ലീഡ് അനദർ ബ്ലൈൻഡ്. നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവവേദലാണെങ്കിൽ വി ഗോട്ട് സംതിങ് ഇൻ അസ്. അത് പറയാനുള്ള ശക്തി നമുക്ക് തന്നേക്കുക. ഇത് നമ്മുടെ ശക്തി കൊണ്ടല്ല. അപ്പോസ്തലർ 2 കഴിഞ്ഞിട്ടാണ് ഇവർ ബോൾഡായിട്ട് എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയത്. 2 എന്ത് കിട്ടി? പരിശുദ്ധാത്മാ നിറവ് കിട്ടിയപ്പോഴാണ്. 5-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം ഒന്ന് വായിച്ചു. 5:41 ഞാൻ പലവട്ടോട് പറഞ്ഞിട്ടുള്ളതാണ്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യന്മാരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട്
ന്യായാധിപ സംഘത്തിൽ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ അവർ പേടിച്ചറിഞ്ഞ് വീടിനകത്ത് മാളിക പുറകെ ഇരുന്നെന്നാണോ? ദിനംപ്രതി. അതിനു മുമ്പ് എന്താണെന്നറിയാമോ? അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരെ അടുപ്പിക്കുകയാണ്. എങ്ങനെ ഈ ശക്തി കിട്ടി? ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചപ്പോൾ പിന്നെ ആത്മാവിൻ്റെ ശക്തിയാലാണ് അവനെ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നത്. സ്തോത്രം. ബട്ട് ഡു വി ഹാവ് ദാറ്റ് മെസ്സേജ്? ഹല്ലേലൂയ. ഗോസ്പൽ എന്ന് പറയുന്നത് അതാ ഇവിടെ തെളിയിക്കുന്നത്. ഞാൻ അന്ന് പ്രസംഗിച്ച വചനമുണ്ടല്ലോ, അതൊരു തിയറി മാത്രമായിരുന്നില്ല, അതിന് ശക്തി ഉണ്ടായിരുന്നു, അത് പരിശുദ്ധാത്മാവോട് കൂടി ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തെസ്സലോനിക്കയിൽ ഒരു സഭയുള്ളതായി വന്നത്. ഗോസ്പൽ ഒരു തിയറി അല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്, അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസാണ്. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വന്നവർക്ക് മാത്രമേ. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. മത്തായി സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ മഹാനിയോഗം എന്ന നിലയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ആരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോടാ പറഞ്ഞേ. എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾ ശിഷ്യരെ ഉളവാക്കുക. ശിഷ്യൻ്റെ നാച്ചുറലായിട്ടുള്ള ഔട്ട്കമ്മാ, ശിഷ്യത്വത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ഔട്ട്കമ്മാണ് ഇവാഞ്ചലിസം. അല്ലാതെ കൽപ്പനാൽ ഉളവായി വരുന്നതല്ല. ഞാൻ യഥാർത്ഥത്തിലൊരു ശിഷ്യനാണോ, നമ്മളിത് ഷെയർ ചെയ്യും. ചോദ്യം: നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു നാം അറിയുന്നുണ്ടോ? 2, നാം എന്ത് വിശ്വസിക്കുന്നുവെന്ന് നമുക്കറിയാമോ? മാത്രമല്ല, നാം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു റീസണിങ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രത്യാശയെ സംബന്ധിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളിലുണ്ടോ ആ മെസ്സേജ്? 1, ആരെ വിശ്വസിക്കുന്നറിയാമോ? 2, എന്ത് വിശ്വസിക്കുന്നറിയാമോ? അത് സുവിശേഷമാണ്. പിന്നെ 3, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? 4, നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഉള്ള ഒരു തെളിവാണ്, ഒരു ടെസ്റ്റായത്. ഇന്നലെ ഒരു ദൈവവൈതൽ എന്നോട് പറഞ്ഞു, എനിക്കങ്ങ് പോയാൽ മതി, പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധി ചെന്നാൽ മതിയെന്ന്. അതൊരു നിരാശയുടെ വാക്കല്ല. അപ്പോൾ ഈ വ്യക്തി മറ്റൊരാളോട് ഇത് പറഞ്ഞപ്പോൾ ആ ആൾ ഈ വ്യക്തിയോട് പറയുകയാണ്, അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇതെല്ലാം എന്ത് ചെയ്യാണ്? പതുക്കെ പോയി തുടങ്ങി. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ പിടി എന്ത് ചെയ്തു? വിട്ടു തുടങ്ങുക. ഇവിടുത്തെ കുറ്റിയടിക്കുന്ന പരിപാടികളെല്ലാം നിർത്തി ഇപ്പോൾ കൂടാരം പതുക്കെ മടക്കിക്കെട്ടാനുള്ള ആശ ഉള്ളി വന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ടെസ്റ്റ്. ഹാവ് യു ലോസ്റ്റ് ദ ഫിയർ ഓഫ് ഡെത്ത് ആൻഡ് ഗ്രേവ്? മരണത്തെക്കുറിച്ചുള്ള ഭയം മാറിയോ? അവസാനത്തെ ചോദ്യം, ആർ യു റെഡി ടു മീറ്റ് യുവർ മേക്കർ? സൃഷ്ടാവിനെ എതിരേൽപ്പാൻ റെഡിയാണോ? അപ്പോൾ 5 ചോദ്യങ്ങൾ. 1, ആരെയാ വിശ്വസിക്കുന്ന അറിയാമോ? ഡു യു നോ whom you have believed? 2, എന്ത് വിശ്വസിക്കുന്നവർ? ഡു യു നോ വാട്ട് യു ഹാവ് ബിലീവ്ഡ്? 3, ആർ യു ഏബിൾ ടു ഗീവ് എ റീസൺ ഫോർ യുവർ ബിലീഫ്? നമ്മുടെ വിശ്വാസത്തിനൊരു വിശദീകരണം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാരണമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനിൽ വിശ്വസിക്കുന്നത് എന്നുള്ള കാരണം, അത് നമുക്ക് നാച്ചുറലി പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? കാരണം അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ ഏകരക്ഷകനാണ്, ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. എൻ്റെ പാപത്തിനു വേണ്ടി അവനെ അയച്ചു. അവൻ്റെ യാഗത്തിലൂടെ എനിക്കിപ്പോൾ നിത്യജീവൻ്റെ ഉറപ്പുണ്ട്. എൻ്റെ മരണം നീങ്ങി, എനിക്ക് ജീവനും അക്ഷയതയും സുവിശേഷത്താൽ എനിക്ക് ലഭിച്ചു. Have you lost the fear of death and grave? മരണത്തെക്കുറിച്ചുള്ള ഭയം മാറിയോ? നമ്മുടെ രക്ഷിതാവിനെ, അല്ലെ നമ്മുടെ സൃഷ്ടാവിനെ എതിരേൽപ്പാൻ നാം റെഡിയാണോ? ഇവിടെ പൗലോസ് യവനന്മാർക്കും ബർബരന്മാർക്കും എന്ന് പറയുന്നതിലൂടെ
അർത്ഥമാക്കുന്ന ഇതാണ്, ദ ഹോൾ വേൾഡ്. ദ ഹോൾ വേൾഡ്. പൗലോസ് പറയുന്നത് ഇതാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ, അതായത് ക്രിസ്തുവില്ലാത്ത ഏതൊരു മനുഷ്യനെ ഞാൻ കണ്ടാലും ഞാൻ അവന് കടംപെട്ടിരിക്കുന്നു. ഐ ആം എ ഡെറ്റർ ടു ഹിം. ഇവിടെ സൊസൈറ്റി, സമൂഹം പല നിലകളിലാണ് മനുഷ്യരെ വേർതിരുത്തി കാണുന്നത്, അല്ലേ? കാറ്റഗറൈസ് ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ഈ ദൈവം എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ആ ദൈവദാസന് അത് ഹീ ഈസ് വെൽ വേഴ്സ്ഡ് ഇൻ ഇറ്റ്. കൊടുത്തോട്ടം, പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ജാതി വ്യവസ്ഥ ഇതെല്ലാം വളരെ അരച്ച് കലക്കി കുടിച്ച ഒരു മനുഷ്യൻ, മീൻസ് അറിവ്. അതൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇതായിരുന്നോ കേരളമെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം സാക്ഷരതയിലേക്കും ഏറ്റവും ടോപ്പാണെന്ന് പറഞ്ഞാലും ഇതായിരുന്നല്ലോ, ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ടായിരുന്നു കേരളത്തിന്. അപ്പോൾ വിവിധ നിലകളിലുള്ള കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും ഉണ്ട് കാറ്റഗറി, അല്ലേ? ഈ രാജ്യത്തുണ്ട് റേസിസം, ഇല്ലേ? ഉണ്ട്. നമ്മളിപ്പോൾ ഹ്യൂസ്റ്റണിലോട്ട് അധികം അറിയുന്നില്ല. ഏതെങ്കിലും ഒരു ചില ഇപ്പം ടെന്നസി പോലുള്ള സ്റ്റേറ്റുകളൊന്ന് പോയി നോക്കണം. അപ്പോൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? നാഷണാലിറ്റി വൈസ്, അല്ലേ? കളർ വൈസ്, കൾച്ചർ വൈസ്, ഇൻ്റലക്ച്വലി സൊസൈറ്റി നമ്മെ കാറ്റഗറൈസ് ചെയ്യും. പക്ഷേ ഏത് കാറ്റഗറിയിലുമുള്ളവർക്ക് രക്ഷയ്ക്കായുള്ള ഏക സന്ദേശമാണ് ഗോസ്പൽ. ആൻഡ് ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ഓൾ, അല്ലേ? ക്രിസ്തു എല്ലാവർക്കും പ്രാപ്തനാണ്, മതിയായവനാണ്. സ്തോത്രം, സ്തോത്രം. God doesn't discriminate people based on these classification. ദൈവത്തിന് മുമ്പിൽ അങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. എൻ്റെ പുത്രനിലൂടെയുള്ള രക്ഷ കരഗതമാക്കിയ എൻ്റെ പൈതൽ, എൻ്റെ പ്രിയമകൻ, എൻ്റെ പ്രിയമകൾ, ഇതാണ് ദൈവത്തിന് മുമ്പിലുള്ള ക്ലാസിഫിക്കേഷൻ. എഫേസ്യർ 1 ഉണ്ട്. He chose people for himself by the kind intention of his will. അതോടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. അതായത് അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തത് കമ്മിറ്റി കൂടിയല്ല കേട്ടോ. അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ താൻ, അതായത് നമ്മെ ദത്തെടുക്കേണ്ടതിന്, 6-ാം വാക്യം തൊട്ട് വായിക്കാമോ? അവന് പ്രിയനായവനിൽ, അതായത് ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപയുടെ മഹത്വത്തിന് പുകഴ്ച ഉണ്ടാകേണ്ടതിന് സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. താഴോട്ട് വരുമ്പോൾ അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപയുടെ ധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നമുക്ക് നൽകിയിരിക്കുന്നു. പിന്നെ 9-ാം വാക്യം ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ച്, അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിച്ചു. 11-ാം വാക്യം, അവനിൽ നാം അവകാശം പ്രാപിച്ചു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്ന നിർണയപ്രകാരം മുൻ നിർണയിപ്പിക്കപ്പെട്ടത്. ഇനി ഗലാത്യ ലേഖനം 3, അത് ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച ഒന്നുകൂടെ വായിക്കും. 3-ൽ കർത്താവിൻ്റെ സന്നിധി നാം എങ്ങനെയാണ് എന്നുള്ളത് അവിടെ വിശദമാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ദൈവമക്കളാകുന്നു. 26, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നിങ്ങളെല്ലാവരും ദൈവമക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ ഇനി യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ സുവിശേഷ സന്ദേശത്തിലൂടെ നമ്മെ പിതാവുമായിട്ട് നിരപ്പിക്കുവാൻ പുത്രൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി യാഗമാക്കി. 11-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലൻ പറയുക, റോമാലേഖനം 33-36 വരെയുള്ള വാക്യങ്ങൾ, ദൈവത്തിൻ്റെ ജ്ഞാനം എന്നിവിടെ ആഴമേ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് പറയുകയാണ് 12-ന്റെ 1-ൽ,
അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ജീവനും പ്രസാദവും ദൈവത്തിനുള്ള പ്രസാദമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. ആരാധനയായി ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കണമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ മതി. അതാണ് നമ്മൾ ഓർത്തത്. നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.